അപ്പു പിണങ്ങി. പറഞ്ഞാലൊന്നും കേൾക്കില്ല. അങ്ങനെ ഒരു കുട്ടിയാണ്. പറ്റുന്നില്ലേ? തേങ്ങ അടച്ചു. ഹായ്, നമ്മള് വീണ്ടും ഒരു ട്രിപ്പ് പോവാണ്. എല്ലാ ദിവസവും കാറിലിരുന്ന് ഇൻട്രോ എടുക്കുന്നോണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് ഇറങ്ങും മുന്നേ ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ടീംസിനൊക്കെ വണ്ടിയിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പോകുന്നത് കാൻറ്റർബറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഒരു 50 മിനിറ്റ്സോളം ദൂരമുണ്ട്. ഓൾറെഡി ലേറ്റ് ആയി. 50 മിനിറ്റ് ആണോ? നോക്കിയിട്ടില്ല. ഓക്കെ, ഏതായാലും കാൻറ്റർബറിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇനി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മള് കാൻറ്റർബറിയിലെത്തി. നമ്മള് ആദ്യം വെസ്റ്റ് ഗേറ്റ് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഗാർഡൻ ഏരിയ ഉണ്ട്. അതാണ് കാൻറ്റർബറിയിൽ വരുന്ന എല്ലാവരും ഒരു ഇൻസ്റ്റാഗ്രാമബിൾ സ്പോട്ട്. അത് കവർ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഹൈ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് അങ്ങ് അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ കാൻറ്റർബറി കത്തീഡ്രലിലെത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം കവർ ചെയ്യാനുള്ള പ്ലാനിലാണ് പോകുന്നത്. ഞായറാഴ്ചയാണ്, എല്ലാം പെട്ടെന്ന് അടയ്ക്കും. ബട്ട് നോക്കാം. കാൻറ്റർബറി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് പണ്ടിങ് അല്ലെങ്കിൽ ഈ ബോട്ടിങ്. ഇതിനായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ആൾക്കാരെ കാണും. പല കമ്പനികളുണ്ട്, ടൂർ പാക്കേജുകളൊക്കെ ഉണ്ട്. 17 എങ്ങാണ്ട് കണ്ടിട്ടുണ്ട് മിനിമം. പക്ഷെ അതിൽ കൂടാം, അത് ഓരോ സീസൺ അനുസരിച്ചിരിക്കും. പക്ഷെ ഒരു 30 to 45 മിനിറ്റ് എടുക്കും ആ ഒരു റൈഡിന്. മാത്രമല്ല അവർ ഈ സിറ്റീനെ പറ്റിയിട്ടുള്ള ഒരുപാട് കഥകൾ പറഞ്ഞു തരും. അപ്പു പിണങ്ങി. അപ്പോൾ അപ്പുവിനെ നമ്മളിവിടെ ഈ വെള്ളത്തിൽ കളയാനുള്ളൊരു പ്ലാനുണ്ട്. വെയിലല്ലേ? പറഞ്ഞാലൊന്നും കേൾക്കില്ല. അങ്ങനെ ഒരു കുട്ടിയാണ്. സാധാരണ അപ്പുനെയും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ ഒരു 1 hour അല്ലെങ്കിൽ ½ hour അപ്പു വണ്ടി കിടന്നിട്ട് ഉറങ്ങും. അപ്പോൾ കുഴപ്പമുണ്ടാവാറില്ല. അങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ അപ്പു ഭയങ്കര ഗ്രംപിയാവും. വെള്ളത്തിലൊരു പക്ഷിയുടെ കൂട് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് അപ്പൂന്. ഏതാണ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോ? നമ്മളാ വെസ്റ്റ് ഗേറ്റ് ഗാർഡൻസിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന്. ഹലോ, പ്രിസൈസ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ്സ് ആയിരുന്നു അത് അല്ലേ? പുള്ളി കറക്റ്റ് ഇങ്ങനെ കുനിഞ്ഞങ്ങ് നിന്നോ. സ്ഥിരം ചെയ്യുന്ന കാരണേ. എന്താ അവർക്ക് കയറിയിരുന്നു ഇവിടെ? എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കേ. അതിന് ബാക്കിലേക്ക് ഇത്തിരി ഫ്രണ്ടിലേക്ക് ഇരിക്കേ. ബാക്ക്. ഹലോ ഗായ്സ്, വെള്ളത്തിൽ ചാടാനാണ്. ഞങ്ങൾ വെള്ളത്തിൽ ചാടുന്നില്ല. വെള്ളത്തിൽ ചാടുന്ന ചില ആൾക്കാരെ നോക്കാൻ പറ്റും. കുളിസി നേരത്തെ പണ്ടിങ് ചെയ്തോണ്ടിരുന്ന പുള്ളിയുടെ പടി സ്റ്റക്കായി പോയി വെള്ളത്തില്, പായലിനുള്ളില്. പിന്നെ പുള്ളി കുറച്ച്, അപ്പൊ പിന്നെ ആ ഒരു ഫോഴ്സിലാണ് കുറച്ച് ദൂരം പോയി. പിന്നെ പുള്ളി അവിടെ നിന്ന് റിവേഴ്സ് ഇട്ട് മറ്റേ കുഞ്ഞി തുഴ വെച്ചിട്ട് തുഴഞ്ഞു വന്നിട്ട് ഇപ്പൊ എടുത്തിട്ട് പോയത് ആ പുള്ളിയുടെ. നമുക്ക് നടക്കാം. ഫാമിലി ആയിട്ട് കയാക്കിങ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ പല കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഇത് സ്വന്തമാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. വെസ്റ്റ് ഗേറ്റ് ഗാർഡൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കത്തീഡ്രലിന്റെ സൈഡിലേക്കാണ് പോകുന്നത്.
ഒരു ഹൈ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു ഗാലറി പോലത്തെ ഒരു സ്ഥലമുണ്ട്, മ്യൂസിയം പോലത്തെ. പറ്റുമെങ്കിൽ അതും കൂടെ കയറണം എന്നൊരു പ്ലാൻ ഉണ്ട്, നോക്കാം. സൺഡേ ആയതുകൊണ്ടും നല്ല വെതർ ആയതുകൊണ്ടും ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്. ഇതാണ് കിങ്സ് ബ്രിഡ്ജ്. പഴയതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആർക്കിടെക്ചർ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു 100 കൊല്ലം മുൻപത്തെ ഫോട്ടോ എടുത്ത് നോക്കിയാലും ഈ ബിൽഡിംഗ് ഒക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നാണ് പല ഫണ്ടിങ് കമ്പനികളുടെയും ഫണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾ ഫണ്ടിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കിങ്സ് ബ്രിഡ്ജ് എന്ന് സെർച്ച് ചെയ്തിട്ട് ആ ലൊക്കേഷനിൽ പോയാൽ മതി. പല കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെയുണ്ട്. റോയൽ മ്യൂസിയം ഫ്രീ എൻട്രി ആണ് കേട്ടോ. ഇവിടെ കാൻറ്റർബറിയിൽ വരുന്നവരെന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദ ബീനി ഹൗസ് ഓഫ് ആർട്ട് ആൻഡ് നോളജ് എന്നാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര്. അത് വെസ്റ്റ് ഗേറ്റിൽ നിന്ന് കാൻറ്റർബറിയിലേക്കുള്ള ഓൺ ദ വേ ആണ്, ഹൈ സ്ട്രീറ്റിലാണ്. കൗൺസിൽ വകയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ എൻട്രി ഫീ ഇല്ല. മാത്രമല്ല വെരി വെൽ മെയിൻറ്റൈൻഡ് ആണ്. വാഷ്റൂമൊക്കെ പോകണമെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. മുഫാസ അത് ശരിക്കുള്ളതാണോ? എന്താ എൻ്റെ പല്ലേക്ക് ഉടുമ്പ തല വെട്ടി വെച്ചേക്കണ, തല വെട്ടി വെച്ചേക്കണു. അപ്പൊ ഇവിടെയാണ് സ്വർണ്ണം ഇരിക്കുന്നത്. ഇവിടെ രണ്ട് നിലകളുള്ള ഈ മ്യൂസിയത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ പെയിൻറ്റിങ്ങും ഫാഷനും അങ്ങനെയൊക്കെയാണ്. മേലത്തെ ഫ്ലോറിൽ പല സെക്ഷൻസ് ഉണ്ട്. ഈ ബേർഡ്സിനൊക്കെ എംബാം ചെയ്തത്, പല രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ. നമ്മൾ മലബാർ കത്തിയൊക്കെ കണ്ടിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമായത് ഈ മിനിയേച്ചർ ഹൗസസ് ആണ്. അതായിരുന്നു അവർ കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നേ. ഇയാൾ ഇന്ത്യയിൽ നിന്ന് വന്നാണല്ലോ. കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ കിരൺ കഴിഞ്ഞിട്ട് ബാക്കി ആരും ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പരിപാടിയൊന്നും ചെയ്യണ്ട. ഇതവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ചിരിക്കുന്നതാണ്. നമുക്കത് വെയർ ചെയ്തിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാം.
അങ്ങനെ നമ്മൾ നടന്ന് ഹൈ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് വഴിയിലുള്ള കടയിലൊക്കെ കയറി അതിൻ്റെ തിരിഞ്ഞ് കത്തീഡ്രലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കാൻറ്റർബറി കത്തീഡ്രൽ കാണാനുള്ള എൻട്രൻസ് ഫീ വരുന്നത് £19.50 ആണ്. അഡൾട്ട്സിന്, കിഡ്സിന് ഫ്രീ ആണ്. നമ്മൾ കാൻറ്റർബറി കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തു. ഓൺലൈനും എടുക്കാം, ഇവിടെ വന്നിട്ടും എടുക്കാം. നമുക്ക് ഉള്ളിൽ കയറാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല ആദ്യം, പക്ഷെ വന്നതിന് ശേഷം കയറാമെന്ന് വിചാരിച്ചു. £19 ആണ് ഒരാൾക്ക്, കിഡ്സിന് ഫ്രീ ആണ്. അപ്പം നമ്മൾ എൻട്രൻസിലേക്ക് കിടക്കുകയാണ്. കാൻറ്റർബറി കത്തീഡ്രൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും ആദ്യത്തെ പള്ളിയാണ്. അതും 1400 വർഷങ്ങളോളം ഹിസ്റ്ററിയുള്ള പള്ളിയാണ്. കാലപ്പഴക്കം കൊണ്ട് പല സ്റ്റെപ്പുകളും ഇവിടുത്തെ തേഞ്ഞാണ് ഇരിക്കുന്നത്. എല്ലായിടത്തും നമുക്ക് വീഡിയോ എടുക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണ് എടുക്കാൻ പറ്റാവുന്ന അവിടെ എടുക്കാൻ പാടുള്ളൂ. കാൻറ്റർബറി കത്തീഡ്രൽ ഈ കാണുന്ന സ്റ്റെയിൻ ഗ്ലാസ്സിന് ഭയങ്കര ഫേമസ് ആണ്. ഏതാണ്ട് 1200 സ്ക്വയർ മീറ്ററോളം സ്റ്റെയിൻ ഗ്ലാസ് ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിൽ പലതും പല സമയങ്ങളിലായി റീഫോർമേഷൻ കൊണ്ട് പൊട്ടിപ്പോയെങ്കിലും ഏറ്റവും പഴയ സ്റ്റെയിൻ ഗ്ലാസ് ഏതാണ്ട് 840 വർഷങ്ങളോളം പഴക്കമുള്ളതാണെന്നാണ് പറയുന്നത്. ചർച്ച് കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ പുറത്തൊരു ചാമ്പർ ഓഫ് ഡക്സ് എന്നൊരു ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ കയറി. ഒന്നും വാങ്ങാനല്ല, ജസ്റ്റ് അവരെ കാണിക്കാൻ. അത് ഒരു റബ്ബർ ഡക്കിൻ്റെ ഷോപ്പാണ്. പല തരത്തിൽ, പല പാവത്തിൽ, പല കളറിൽ, പല ക്യാരക്ടറായിട്ടുള്ള ഡക്സ് അവിടെ ഉണ്ടായിരുന്നു. അത് അവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് എനിക്ക് തോന്നുന്നത് ബാത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡക്സ് ഇല്ലേ, അതുപോലെയാണെന്ന്. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി തുടങ്ങി. അപ്പോൾ എവിടെ നിന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ വിചാരിച്ചു ഇത്തവണ വെതർസ്പൂണിൽ പോവാന്ന്. ഇവരെ നമ്മൾ വെതർസ്പൂണിൽ കൊണ്ടുപോയിട്ടില്ല, അമ്മ വന്നിട്ടുണ്ട്. ഇവിടുത്തെ വെതർസ്പൂണ് വെസ്റ്റ് ഗേറ്റ് ഗാർഡൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് നടന്നു. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് അവിടുത്തെ ചിക്കൻ വിങ്സ്. ഏതാണ്ട് ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരു വിങ്സ് ആണ് കിട്ടുക നമുക്ക്. പിന്നെ ഈ കാണുന്നത് ആൽക്കഹോളിക് അല്ല കേട്ടോ, അത് സ്ട്രോബെറി ആൻഡ് ലൈം കോപ്പർബർഗ് സൈഡറാണ്. ഇതാണ് ആ ചിക്കൻ വിങ്സ്. അതിൻ്റെ കൂടെ ഒരു നല്ല സോസും കിട്ടും.
ഇതിന് കൂടെ നമ്മൾ കോംബോ ആയിട്ട് ഓർഡർ ചെയ്തത് ഒരു പിസ്സയാണ്, മീറ്റ് പിസ്സ. അതിൽ റോക്കറ്റ് ലീവ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ലീവ്സാണ് റോക്കറ്റ് ലീവ്സ്. അത് ഞാൻ ജിതയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. ഇത് എനിക്ക് താങ്ക് യു. അപ്പൂന് കണ്ട അതെല്ലാം വേണം. എന്നിട്ട് ആദ്യം തന്നെ ആ ചിക്കൻ പീസ് എടുത്ത് വായിൽ വെച്ചു. ചൂടായതുകൊണ്ട് ഉള്ള എക്സ്പ്രഷനാണ് നിങ്ങളീ കാണുന്നത്. നല്ലതാണോ? പൊന്നൂസിനോട് ചോദിച്ചത് ഇതാണോ? അതെടുക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലതാ. അപ്പോ ഏതാ നല്ലത്? അപ്പോ ഏതാ നല്ലത്? അങ്ങനെ കാൻറ്റർബറിന്ന് ഞങ്ങള് ഡോവർ വന്നിരിക്കുകയാണ്. ഡോവർ ബീച്ചിൽ പോകാൻ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടണല്. അപ്പൊ ഷിപ്പിന്ന് വണ്ടികൾ വരുന്നത് കാണുന്നുണ്ടോന്ന് അറിയില്ല. നോക്കിയൊക്കെ ഓക്കെ. ഇത് ഫ്രാൻസിൽ നിന്നും ബാക്കിയുള്ളവർക്കൊക്കെ വരുന്ന വണ്ടികളാണ്. നമ്മൾ ആക്ച്വലി ബീച്ചിലേക്കാണ് പോണത്. പക്ഷെ ഇതാണ് ഫ്രാൻസിലേക്കല്ലേ പോണേ? ഫ്രാൻസിലേക്കല്ല. പക്ഷെ ഇവിടെ വന്നാ എനിക്ക് തോന്നുന്നു ഫ്രാൻസിന്റെ സിഗ്നലൊക്കെ കിട്ടും ഫോണില്. ഇവിടെ ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ ഒരു ബീച്ചുണ്ട്. അന്ന് വന്നപ്പോ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ബീച്ചായിരുന്നു. ഇന്ന് അറിയില്ല, പോയി നോക്കാം. അങ്ങനെ നമ്മള് ഡോവർ ബീച്ചിലെത്തിയിരിക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല, പെബിൾ ബീച്ചാണ്. അപ്പൊ നമ്മളൊന്ന് അവിടെ പോയി കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് വീട്ടിൽ പോകാന്നാണ് വിചാരിക്കണേ. അന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പെബിൾ ബീച്ച് ആയതുകൊണ്ട് ഷൂ ഒക്കെ ഇട്ട് നടക്കാൻ കൊള്ളാം. അല്ലാതെ നടക്കുമ്പോൾ എനിക്ക് നല്ലോണം കാലൊക്കെ വേദനിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തിരി സ്ലോപ്പാണ് ബീച്ചിൻ്റെ സൈഡിലോട്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ച് നടക്കണം. എന്നാലും ഒരുപാട് തിരക്കെന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ പീസ് വെള്ളത്തിൽ പോയിട്ടുണ്ട്. തണുക്കണത്ര സിമ്മേർ വാങ്ങിയിട്ടുണ്ട്. അതിന് മേലൊരു ട്രൗസറൊക്കെ നമുക്ക് മാത്രമായിട്ടൊരു ഏരിയ. ഇപ്പൊ ഇറങ്ങുന്നു വെള്ളം വന്ന് നിക്കണ എന്റെ ഇപ്പുറത്ത് അടി വെക്കില്ല അവര്. ഇപ്പൊ എബിളായതുകൊണ്ട് വലിയ സുഖമില്ല നടക്കാൻ. അത് ശരിയാ, വെള്ളം നല്ല അത്യാവശ്യം നല്ലതാന്ന് തോന്നുന്നു കണ്ടിട്ട്. പാപ്പനെ വിളിക്കാൻ വന്നിരിക്കാണ്, വെള്ളത്തിൽ കളിക്കാൻ. ചെല്ല് അപ്പൊ നനയടി, നീ എന്ന് ഇറങ്ങ. പാപ്പനും ടീംസും വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നുണ്ട്. പാപ്പനെ കുറച്ച് നേരമായിട്ട് വിളിക്കണം. പാപ്പൻ ഇവിടെ സുഖിച്ചിവിടെ കിടക്കാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പം വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ച്. നമുക്ക് കഴിഞ്ഞാണ് വന്നപ്പോഴും ഇഷ്ടമായി. ഇപ്പോൾ ഇപ്പോഴായതുകൊണ്ട് വെള്ളം നല്ലതാണ്. സാൻഡി ബീച്ച് എന്തുകൊണ്ട് ഭയങ്കര ചെളി പോലെയാണ് നമുക്ക് തോന്നിയത്. ഇട് വെള്ളത്തിലിട്, ഇട്, കാല് മുക്കും അറ്റ്ലീസ്റ്റ്.
പെബിൾ ബീച്ചിൽ നിന്ന് നടന്ന് ഓടിക്കേറി വരുമെന്നേ. പറ്റുന്നില്ലേ? ഓടിക്കേറി വരൂ. കാലിനൊക്കെ നല്ല മസാജ് കിട്ടുന്നുണ്ടോ? വേണോ? ഞങ്ങള് ഡോവറിലൊക്കെ പോയി ബീച്ചില് കളിച്ചു, തേങ്ങ ഉടച്ചു. അപ്പൊ വീണ്ടും വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മുട്ട് പൊട്ടി, കൈ പൊട്ടി. ഓടരുത് എന്ന് പറഞ്ഞാ ഓടുകയുള്ളൂ. ഇപ്പൊ വേദന മാറി, കരച്ചിലായിരുന്നു. അപ്പൊ ഞങ്ങളിനി തിരിച്ചു വീട്ടിൽ പോവാണ്. ഇപ്പൊ ഒരു 5:30ആയി. ഒരു 6:30 വീടെത്തുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞങ്ങള് ഡോവറൊക്കെ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്നത് ഡാർട്ട്ഫോർഡ് ക്രോസിംഗ് ആണ്. ക്വീൻ എലിസബത്ത് ബ്രിഡ്ജ് എന്നാണ് എൻ്റെ ഒഫീഷ്യൽ പേര്. പക്ഷെ എല്ലാവർക്കും ഡാർട്ട്ഫോർഡ് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അറിയാം. കാണുന്നുണ്ടോന്ന് അറിയില്ല. ആ കാണുന്ന ഒരു പാലം ഉണ്ടല്ലോ, ആ വഴിയാണ് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ വരേണ്ടത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ തേംസ് നദിയുടെ അടിയിൽ കൂടിയാണ്. ടണലാണ്. ഏതാണ്ട് ഒരു മൈല്, ലെസ് ദാൻ 0.8 മൈൽസ് എങ്ങാണ്ടാണ് ദൂരം. അപ്പൊ ഏതാണ്ട് നമ്മുടെ കുതിരാൻ. ഞങ്ങള് ഇതിന്റെ ലോക്കൽ റെസിഡന്റ് ആയതുകൊണ്ട് അത്ര അടുത്തല്ല, എന്നാലും ഏതാണ്ട് അടുത്തുള്ള കൗൺസിലിൽ താമസിക്കുന്ന കാരണം നമുക്ക് ടോള് കൊടുക്കണ്ട. പക്ഷെ അല്ലാത്തവർക്ക് 1 വേ 2.5 പൗണ്ട്സ് കൊടുക്കണം. അതായത് 2.5 പൗണ്ട് ഇങ്ങോട്ട്, 2.5 പൗണ്ട് അങ്ങോട്ട്. ഞങ്ങൾക്ക് ആകെ കൂടി 10 പൗണ്ട് കൊടുത്താൽ 50 ക്രോസിങ്ങും 20 പൗണ്ട് കൊടുത്താൽ അൺലിമിറ്റഡും ആണ് ഒരു വർഷത്തേക്ക്. അപ്പോൾ അങ്ങനെ ഇപ്പൊ ഇന്ന് ഇത്തിരി തിരക്കുണ്ട്. ഇന്നല്ല, എന്നും ഏതാണ്ട് തിരക്കാണ്. അപ്പൊ ഈസ്റ്റ് ലണ്ടനും കെന്റുമായി ബന്ധിപ്പിക്കാനായിട്ട് തേംസ് ക്രോസ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി ഡാർട്ട്ഫോർഡ് ക്രോസിംഗ് ആണ്. ഇതിന്റെ പണി എങ്ങാണ്ട് 1936 തുടങ്ങി. വേൾഡ് വാർ കാരണം സ്റ്റോപ്പ് ചെയ്ത് പിന്നെ തുടങ്ങി. അവസാനം 1991 എങ്ങാണ്ടാണ് ഓപ്പൺ ആക്കി കൊടുത്തത്. ഇപ്പോഴും ടോളൊക്കെ കൊടുക്കണം. ബൈക്കിന് വേണ്ട. അതുപോലെ രാത്രി 10 മണി വരെ മതി. 10 തൊട്ട് 6 മണി, കാലത്ത് 6 മണി വരെ ഫ്രീ ആണ് എല്ലാവർക്കും. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളിപ്പോ വീടെത്തും. ഇനി അവിടെ ചെന്നിട്ട് കാണാം. പാട്ട് വെക്കാം. അപ്പൊ നമ്മളെ ടണലിന്റെ ഉള്ളിൽ കയറി 1 മൈലാണ് ഇതിലൂടെയുള്ള ദൂരം. ഇന്ന് ഭയങ്കര തിരക്കാണ്. ഇന്നല്ല, ഏതാണ്ട് എല്ലാ വീക്കെൻഡും കുറച്ച് തിരക്കാണ് ഇവിടെ. ഇത് ഡിസൈൻ ചെയ്ത് എങ്ങാണ്ട് 2 മില്യൺ വെഹിക്കിൾസിന് അത്രേ കാണാം. പക്ഷെ ഇത് 2 മില്യൺ വെഹിക്കിൾസിന് ഇയർ. ഇപ്പൊ 8 മില്യൺ ആണ്. അതുകൊണ്ട് തന്നെ വേറൊരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു റൂട്ടും കൂടെ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഉടനെ ഉണ്ടാക്കും എന്ന് പറയുന്നു. ഇവിടെ അല്ല, ഡാർട്ട്ഫോർഡിലല്ല, ടിൽബറിയോ ആ ഭാഗത്ത് എവിടെയാ കണ്ടായിട്ട് നോക്കാം. അപ്പൊ ഞങ്ങള് വീടെത്തി. അപ്പോനെ കാല് 4 പൊട്ടി. അല്ല, കാലല്ല, 2 കാലും പൊട്ടി. 2 കയ്യിൽ 2 സ്ഥലത്ത് കാണിച്ചു കൊടുത്തേ ഇല്ലേ. അപ്പൊ അതിന് പരിഹാരമായിട്ട് അപ്പൊ ഒരു വേദന ഒന്നും ഇല്ലാന്നാ പറഞ്ഞേ. കാണിക്കേ. പരിഹാരമായിട്ട് ഐസ്ക്രീം അടിച്ചിരിക്കുകയാണ്. ഐസ്ക്രീം കഴിച്ച വേദന പോത്രേ. എനിക്ക് തോന്നണേ കാരണം ഇന്നലെ കാല് പൊട്ടിയപ്പോ ഐസ്ക്രീം മേടിച്ചു കൊടുത്തോണ്ടാണ് അവള് വീണ്ടും ഇന്ന് വീണിട്ട് ഐസ്ക്രീം മേടിപ്പിച്ചത്. ആണോ? അപ്പൊ അങ്ങനെ നമ്മള് വീടെത്തി. ഇനിയും കാണാം.